നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ നെയ്യെല്ലാം വെളിയിലോട്ട് തെളിഞ്ഞ്, ഞാൻ ഒരുപാട് നെയ്യൊന്നും ചേർത്തിട്ടില്ല. 3 സ്പൂൺ നെയ്യാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നമുക്ക് 3 ചേർക്കേണ്ട ആവശ്യമില്ല, 2 സ്പൂൺ ചേർത്താലും മതി. ഇതുപോലെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ ഉരുണ്ട് വരണം. ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സ്വാദിഷ്ടമായ ചക്ക ഹൽവ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി നോക്കിയിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. വളരെ കുറച്ച് ചക്ക മാത്രം മതി തയ്യാറാക്കാനായിട്ട്. നല്ല രുചിയാണ്. ഇത് നമുക്ക് 3 മാസം അല്ല 6 മാസം വരയ്ക്കും നമുക്ക് ഫ്രിഡ്ജിൽ വച്ചും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്നെങ്കിൽ അവർക്ക് കൊടുത്തു വിടാം. വിദേശത്തുള്ളവർക്ക് തയ്യാറാക്കി കൊടുത്തു വിടാം. പെട്ടെന്നൊന്നും പോകാത്ത ഒരു ഹൽവയാണ്. ഉറപ്പായും കണ്ടു നോക്കണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു പ്ലേറ്റ് പഴുത്ത ചക്ക ചെറുതായിട്ട് അരിഞ്ഞ് പ്രഷർ കുക്കറിലിട്ട് വേവിച്ചതാണ് ഞാനിപ്പോൾ ഈ ഉരുളിയിലിട്ട് കിണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇതിന് ശേഷമാണ് കറണ്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ടിട്ട് വേണം തയ്യാറാക്കാൻ കേട്ടോ. പിന്നെ ഈ ചക്കയിൽ ഞാൻ ഒരല്പം പോലും മധുരം ചേർക്കാതെയാണ് ഞാൻ ഈ ചക്ക ഹൽവ തയ്യാറാക്കുന്നത്. കാരണം നല്ല പഴുത്ത ചക്കയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഈ രീതിയിൽ തയ്യാറാക്കി നോക്കണം. നമ്മൾ മധുരം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. വെറുതെ നിങ്ങൾ മധുരം കൂട്ടണ്ട. ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലുള്ള ഒരു വലിയ ഗ്ലാസ്സിന് 1-ാം പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ, മസ്റ്റായിട്ടും തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ഹൽവയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവൂ. പാൽ ഒഴിച്ചു കൊടുത്താൽ ഉടനെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കൈവിടാതെ ഇളക്കി കൊടുക്കണം കുറച്ച് സമയത്തേക്ക്. അല്ലാന്നുണ്ടെങ്കിൽ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകും. മധുരവും പാലും കൂടെ നമ്മൾ ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പിരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈവിടാതെ തന്നെ നിങ്ങൾ ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം നിങ്ങൾ ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിന് വലിയ ഇത് നിറച്ചിട്ട് ഉള്ള ചക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇതിലേക്ക് 2 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടി വരും. 1 ഗ്ലാസ് പാൽ ഒഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ അടുത്ത പാൽ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ 2 ഗ്ലാസ് പാലിന് ഒരല്പം കുറവുണ്ട് കേട്ടോ. ഇതും ഞാൻ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പാൽ ഒഴിച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഒട്ടും താമസിയാതെ. നമ്മൾ രുചിച്ച് നോക്കിയതിന് ശേഷം എത്രയാണോ കണ്ടു നോക്കണം. ട്രഡീഷണൽ ആയിട്ട് പരമ്പരാഗതമായി പാലും ചക്കയും കൂടി നല്ലതുപോലെ യോജിച്ച് കഴിയുമ്പോഴേക്കും ഇതുപോലെ മുകളിലോട്ട് ഇങ്ങനെ പൊട്ടി തെറിക്കാനായിട്ട് സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ രീതിയിൽ ഒരു അടപ്പ് മുകളിൽ പിടിച്ചുകൊണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല. കുറേ സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതി. അടിക്ക് പിടിക്കുന്നുണ്ടോ കരിയുന്നുണ്ടോ എന്ന് മാത്രം, അപ്പോൾ മാത്രം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. പക്ഷേ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴേക്കും കണ്ടിന്യൂസ് നമ്മൾ കൈവിടാതെ ചക്കയും പാലും ശർക്കരയും കൂടി യോജിച്ച് വരുന്നത് വരെയും കൈവിടാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകും. അപ്പോഴാ ഹൽവ കാണാനും ഭംഗിയില്ല. ഇതിൽ പറ്റുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിനി ഇതിലേക്ക് 100 ഗ്രാം കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് 100 ഗ്രാം ഉണ്ട് കോൺഫ്ലോർ. ഞാൻ തേങ്ങയുടെ 2-ാം പാലാണ് എടുത്തു വച്ചിരിക്കുന്നത്. ആ പാലിലാണ് ഞാൻ ഈ കോൺഫ്ലോർ കലക്കി എടുക്കുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതിലേക്ക്
ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്പം അല്പം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഇത് കൈവിടാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. കുറച്ചുകൂടി രണ്ടാം പാല് ബാലൻസ് ഉണ്ടായിരുന്നു, അതുകൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം കോൺഫ്ലോർ വേകാനായിട്ടുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ കോൺഫ്ലോറിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഹൽവ കഴിക്കുമ്പോഴേക്കും മുന്നിട്ട് നിൽക്കുക. അതുകൊണ്ട് കോൺഫ്ലോർ നല്ലതുപോലെ വെന്ത് വരത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു വേണം നമ്മളിത് കലക്കിയെടുക്കാനായിട്ട്. തേങ്ങാപ്പാൽ എടുക്കുമ്പോഴേക്കും ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കോൺഫ്ലോർ നമ്മൾ രണ്ടാം പാലിൽ കലക്കി ഒഴിച്ചാൽ മാത്രം മതി. കുറച്ച് കൂട്ടി വെള്ളം ചേർത്ത് വേണം പാല് പിഴിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ആ പാല് നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. ഇനി ഫ്ലെയിം നമുക്ക് കുറച്ച് കൂട്ടി വച്ചു കൊടുക്കാം. കോൺഫ്ലവർ നല്ലതുപോലെ വെന്ത് ഇതുപോലെ കുമ്പിളിച്ച് ഇങ്ങനെ മുകളിൽ നെയ്യ് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ 2 സ്പൂൺ ചുക്കുപൊടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഫ്രഷ് ആയിട്ട് വറുത്ത് പൊടിച്ച ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ട. എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പാത്രത്തിൽ നിന്ന് വിട്ട് വരണം കണ്ടോ, ഇതുപോലെ ഉരുളണം. നമ്മൾ ഒഴിച്ച നെയ്യൊക്കെ തെളിഞ്ഞ് വരണം. ആ സമയം വരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തിരിക്കും. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല മണം വരുന്നുണ്ട്. ഇതുപോലെ ഒട്ടും ഒട്ടാതെ ഇതുപോലെ ഉരുളണം. ഉരുളിയിൽ ഉരുണ്ട് വരണം. ഇതാണ് പരുവം. ഈ പരുവമായ നമുക്ക് വേറെ പാത്രത്തിലേക്ക് കോരി മാറ്റാം. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ നെയ്യെല്ലാം വെളിയിലോട്ട് തെളിഞ്ഞ്. ഞാൻ ഒരുപാട് നെയ്യൊന്നും ചേർത്തിട്ടില്ല. 3 സ്പൂൺ നെയ്യാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നമുക്ക് 3 ചേർക്കേണ്ട ആവശ്യമില്ല, 2 സ്പൂൺ ചേർത്താലും മതി. ഇതുപോലെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ ഉരുണ്ട് വരണം. ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം. ഞാനൊരു കേക്ക് ടിന്നിലാണ് ഞാനിപ്പോൾ ഇത് കോരി മാറ്റാൻ പോകുന്നത്. ഇതിപ്പോ ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് തണുത്തതിന് ശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഹൽവ വൈകിട്ടാണ് ഇതുപോലെ സെറ്റാക്കി വെച്ചത്. ഇത് നെക്സ്റ്റ് ഡേ രാവിലെയാണ് ഞാനിപ്പോൾ ഇത് ഡിമോൾഡ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. ഈസി ആയിട്ട് നമുക്ക് ഇത് ഇളകി വരും. ഇത് കുറേ നാൾ നമുക്ക് ഈ ഹൽവ ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. നെയ്യ് പോലും ഞാനിതിൽ 3 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, ഇത്രയും നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 സ്പൂൺ ചേർത്താലും മതി, 1 സ്പൂൺ ചേർത്താലും മതി. പക്ഷേ വീട്ടിലെ മെമ്പേഴ്സ് എത്രയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു പീസ് ഹൽവയിൽ ഒരല്പം നെയ്യ് മാത്രമാണ് ഓരോരുത്തരുടെയും വയറ്റിലേക്ക് പോകുന്നത്. ഇത് ഫുള്ളായി ഒരാളല്ല കഴിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 3 സ്പൂണോ 4 സ്പൂണോ നെയ്യ് ചേർത്തു എന്ന് വിചാരിച്ച് യാതൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല. ഒരു പ്രാവശ്യം ഈ ചക്കയുടെ ഹൽവ കഴിച്ചു നോക്കാത്തവർ ഉറപ്പായി കഴിച്ചു നോക്കണം. പിന്നെ കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടിയും കലക്കി ഒഴിച്ച് ഇതുപോലെ കിണ്ടി ഇളക്കി വേവിച്ച് ഹൽവയാക്കി മാറ്റാവുന്നതാണ്. എൻ്റെ അടുത്ത് കോൺഫ്ലവർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും. ഒരു പഞ്ചസാരയോ കൽക്കണ്ടോ ഷുഗറോ യാതൊന്നും, ശർക്കരയോ യാതൊന്നും ഞാനിതിലേക്ക് ചേർത്തിട്ടില്ല. കാരണം നല്ല മധുരമുള്ള ചക്കയ്ക്ക് നമ്മൾ വെറുതെ മധുരം കൂട്ടേണ്ട ആവശ്യമില്ല. ഇത് തയ്യാറായി വരുമ്പോഴേക്കും നല്ല മധുരം തന്നെയാണ് കഴിക്കാനായിട്ട്. ഉറപ്പായും നിങ്ങൾ ഈ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കണം. മധുരം ചേർക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഇതുപോലുള്ള ഇനിയും
വീഡിയോകൾ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.